എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്യുർ സൈൻ വേവ് സോളാർ ഇൻവെർട്ടറിനെ കുറിച്ചാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിച്ച സോളാർ ഇൻവെർട്ടർ 5 kW ആണ്, അതായത് 5000 വാട്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് 8000 വാട്ട്സ് ആണ്, അതായത് 8 kW. അപ്പൊ ഈ 8 കിലോവാട്ടിന്റെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് അതിനാവശ്യമായ പാനലുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ മാക്സിമം വെക്കാവുന്നത് 8 പാനലാണ്. അപ്പൊ നമുക്ക് 8 kWക്ക് 8 പാനല് ഇപ്പൊ ഇവിടെ കിട്ടുന്ന പാനല് ഹാഫേ ഉള്ളൂ, അതായത് 500 വാട്ട്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ 500 വാട്ട്സ് നമുക്ക് 8 എണ്ണം വെച്ചാൽ 4 കിട്ടും. അപ്പൊ അതിന് പകരം നമുക്ക് അതിന്റെ ഡബിൾ ആക്കി വെച്ച് കൊടുത്താലേ നമുക്ക് ഈ 8 kW ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ 8 kWയുടെ ഒരു യൂണിറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറുകിട വ്യവസായ സംരംഭത്തിനൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റ്, അതായത് സിംഗിൾ ഫേസിൽ വർക്ക് ചെയ്യുന്ന മോട്ടോർ ആണെങ്കിൽ യാതൊരുവിധ കറണ്ട് കാശും വരുന്നതല്ല. കാരണം ഡേ ടൈമിലായിരിക്കുമല്ലോ ഇതിന്റെ പ്രവർത്തനം. അപ്പൊ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും പ്രൊഡക്ഷൻ വന്നു തുടങ്ങുന്നത് അതിരാവിലെ തന്നെ വരും. വെയിലിനനുസരിച്ച് ഒരു 7 മണി തൊട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ 7 മണി തൊട്ട് നമുക്ക് ഇതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നതല്ല. ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഒരു 8 മണിക്ക് ശേഷമേ ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. 7 മണിക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. 8 മണിക്കാണെങ്കിൽ തന്നെ 50% അതിന്റെ മുകളിലൊക്കെ ആയിരിക്കുള്ളൂ. സാധാരണ ഇതിന്റെ ഒരു വർക്കിംഗ് ടൈം, അതായത് സൺലൈറ്റിന്റെ ഒരു വർക്കിംഗ് ടൈം 10 മണി തൊട്ട് 4 മണി വരെയാണ് അതിന്റെ എഫിഷ്യൻസി ടൈം. അപ്പൊ ഇതിന്റെ പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ 12 മണി തൊട്ട് 2 മണി വരെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗം 8 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ പകുതി കറണ്ട് വേണമെങ്കിൽ KCB ഷെയർ ചെയ്തെടുക്കാം. 10 മണിയോട് അടുക്കും തോറും ആ KCBയുടെ ഷെയറിങ് കുറഞ്ഞ് ഇല്ലാണ്ടായി അത് കട്ടാക്കുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രവർത്തനം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും കടക്കുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ സോളാർ പാനല് 435ന്റെ 8 എണ്ണമാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമുക്ക് സൺലൈറ്റ് കുറവാണ്, അതായത് ഒരു മൂടി ക്ലൈമറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ PMPP വന്നിരിക്കുന്നത് 260 വോൾട്ട് ആണ്. ഔട്ട്പുട്ട് 230 വോൾട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ VOC ഒന്ന് നോക്കാം. ഇപ്പൊ VOC ഇവിടെ വന്നിരിക്കുന്നത് 326 ആണ്. അപ്പൊ നമ്മളിത് VOC കണക്കാക്കുകയാണെങ്കിൽ ഒരു 400 VOC ആണ് ശരിക്കും വരേണ്ടതെങ്കിലും ലോഡിൽ വരുമ്പോൾ ഒരു 370-375 വോൾട്ട് വരെ നല്ലൊരു വെളിച്ചമുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. അപ്പൊ എന്നിരുന്നാലും നമുക്ക് ഇത് 8 കിലോവാട്ടിന് നമ്മൾ ഈ പാനലിന്റെ എണ്ണം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഹാഫ് ലോഡെങ്കിലും നമുക്ക് രാവിലത്തെ ടൈം മുതൽ കിട്ടും. അപ്പോൾ 8 കിലോവാട്ട് കൊടുക്കുകയാണെങ്കിൽ രാവിലത്തെ ടൈം മുതൽ നമുക്ക് 3000-4000 വാട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഹാഫല്ലേ പോകുന്നുള്ളൂ. പിന്നെ ആ ഹാഫ് ഒരു 9 തൊട്ട് 10 മണിക്കുള്ളിൽ സ്റ്റെബിലൈസ്ഡ് ആവും. പിന്നെ 4 മണി തൊട്ട് ഒരു 5 മണി വരെയുള്ള സമയം അതിന്റെ ഇറക്കമായിരിക്കുള്ളൂ. അപ്പോൾ ആ 8 കിലോവാട്ടിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി ഒരു 4 കിലോവാട്ട് അല്ലെങ്കിൽ 4000 വാട്ട് വരെ നമുക്ക് ഇതിൽ സുഖമായിട്ട് റൺ ചെയ്യും. അപ്പോൾ 8 കിലോവാട്ടിൽ 110ന്റെ AC ആണെങ്കിൽ ഒരു 6 AC, അല്ലെങ്കിൽ 1.5 ടണ്ണിന്റെ ആണെങ്കിൽ ഒരു 4 AC ഒക്കെ ഇതിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യും. കൂടാതെ നമ്മളുടെ മോട്ടോർ പമ്പ്, ഫ്രിഡ്ജ്, അതേപോലെയുള്ള ഉപകരണങ്ങൾ, ലൈറ്റ് ലോഡ് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ലൈറ്റ് ലോഡൊന്നും ഇതിന് യാതൊരുവിധ ഭാരമല്ല. കാരണം ഭാരമല്ലെന്ന് പറഞ്ഞാൽ ലൈറ്റ് ലോഡ് ഇതിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. ഇത്രയും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇൻപുട്ട് അത്രയും കൊടുത്തത് കൊണ്ട് ആ ഫാനോ ലൈറ്റോ ഒന്നും വർക്ക് ചെയ്യണത് ഇത് ജസ്റ്റ് ഇതിൽ ഷോ ചെയ്യണമെന്നും കൂടിയില്ല. ഹെവി ലോഡ് കൊടുക്കാനുള്ളതാണ്. അപ്പൊ എല്ലാവരും സംശയം സാധാരണ ഒരു വീട്ടിൽ വെക്കാനാണോ എന്നുള്ളതാണ് പലരും ചോദിച്ചിരിക്കുന്നത്. സാധാരണ വീട്ടിൽ വെക്കാനാണെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ 5 കിലോവാട്ട് ആയാലും 8 കിലോവാട്ട് ആയാലും നമുക്ക് പകല് അതുകൊണ്ട് ഉപകാരമുണ്ടോ ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ സമയത്ത് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം. പിന്നെ ഇതിന്റെ ഒരു പോരായ്മ, എല്ലാത്തിനും ഒരു പോരായ്മ ഉണ്ടാവുമല്ലോ. ഇത് സോളാറിൽ പ്രവർത്തിക്കുന്ന ഇൻവെർട്ടർ ആയതുകൊണ്ട് രാത്രി ടൈം കിട്ടുന്നില്ല. പലരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് രാത്രി കിട്ടൂല, പിന്നെ എന്തിനാ ഇത് വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ അവർക്ക് സോളാർ എന്ന് പറഞ്ഞുള്ള എന്താണെന്ന് പോലും അവർക്ക് അർത്ഥം അറിയാൻ പാടില്ലാത്തവരാണ് അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഇടുന്നത്. അപ്പൊ നമുക്ക് അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചത് കൊണ്ട് ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇനി നമുക്ക് ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ ഒരു ഗ്രാഫ് ലൈൻ ആണ് കാണുന്നത്. 230 വോൾട്ട് അല്ലെങ്കിൽ ഇതിന്റെ PMPP ആവശ്യത്തിനുണ്ടെങ്കിൽ ഈ ഗ്രാഫ് ലൈൻ ഫുൾ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിന് 8 കിലോവാട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഒരിക്കലും താഴുന്നതല്ല. ഗ്രാഫ് താഴണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ലോഡ് കൊടുത്താൽ മാത്രമേ താഴുള്ളൂ. ഇത്രയും സർജ് ലോഡൊക്കെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറുള്ളൂ. അതും കുറച്ച് സമയമൊക്കെ ഉള്ളൂ, ബാക്കിയൊക്കെ നോർമലായിട്ട്. പിന്നെ ഈ ഒരു ഇൻവെർട്ടറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പവർ ലോസ് ഇല്ല എന്നതാണ്. പവർ ലോസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KCBയുടെ കറണ്ടിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഗ്രിഡിനെ ആശ്രയിക്കുകയാണെങ്കിൽ ഗ്രിഡിന്റെ മെയിന്റനൻസ് വർക്കിന് വേണ്ടി ഡേ ടൈമിലാണ് അവരുടെ പവർ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് 4, 5, 6, 7 മണിക്കൂറൊക്കെ പവർ ഇല്ലാണ്ടിരിക്കാം.
അപ്പോൾ ആ ദിവസത്തെ വർക്കുകളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും. കൊറോണ മുതൽ ഇങ്ങനെ കുറേ പേരൊക്കെ ഇപ്പോഴും വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം. അങ്ങനത്തെ ആളുകൾക്കൊക്കെ വളരെ ഉപകാരം ചെയ്യുന്നതാണ്. കാരണം കറണ്ട് പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ല. കറണ്ട് കാരണം KCBയുടെ കറണ്ട് ഉപയോഗിക്കുന്നില്ല ഡേ ടൈമിൽ ഉപയോഗിക്കുന്നത് ഇല്ലാത്തത് മൂലം ആ കറണ്ട് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നമ്മൾക്കൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് ഒരിക്കലും പവർ ലോസ് ഡേ ടൈമിൽ ഉണ്ടാകുന്നതല്ല. ഇനി നമ്മൾക്ക് ഇതിന്റെ ഔട്ടിൽ, നിങ്ങളുടെ വീട്ടിലാണ് വെക്കുന്നതെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിങ്ങളുടെ നോർമലുള്ള ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ട് അത് രാത്രി സമയം ആ ഇൻവെർട്ടർ ഓൺ ചെയ്യാം. അപ്പോൾ രാത്രിയിലത്തെ കറണ്ട് അതിൽ നിന്നും സേവ് ചെയ്യാം. അതിന്റെ ബാറ്ററി ഈ ഒരു ഇൻവെർട്ടർ വഴി ചാർജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ. ഇപ്പോൾ 2 ബാറ്ററിയൊക്കെ വെച്ച് ഓടിക്കുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ച് ലോഡ് രാത്രിയും കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ വരുന്ന പ്ലസ് പോയിന്റുകളാണ്. ആ ഒരു വലിയൊരു 2 ബാറ്ററി ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ KCBയിലാണെങ്കിൽ നമ്മൾ നല്ലൊരു കറണ്ട് കാശ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സൺലൈറ്റിൽ നമ്മൾ ഓഫ് ഗ്രിഡൊക്കെ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ അത് ബാധകമല്ല. എന്നിരുന്നാലും നമുക്ക് ഡേ ടൈമിൽ അത്രയും വലിയ ലോഡൊന്നും കൊടുക്കാനുള്ള ഇൻവെർട്ടറിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. പിന്നെ അതിന് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ ഹെവി ലോഡുകൾ ഇതിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല ഹെവി ലോഡുകൾ കൊടുക്കാനുള്ള ബാറ്ററി ഇൻവെർട്ടർ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 10 ബാറ്ററിയൊക്കെ വെച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതൊന്നും നമുക്ക് സാമ്പത്തികമായിട്ടും അതേപോലെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യവുമല്ല. ആ ബാറ്ററിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് അത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻവെർട്ടറിൽ പലരും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ നമ്മൾ ഇവിടെ മാത്രം, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്നറിയില്ല, പെട്ടെന്ന് ഇവിടെ ഒത്തിരി ആളുകൾ കമന്റ് ചെയ്ത് ചോദിക്കുന്നത് ഇവിടെ മാത്രമാണ് ഇത് പുതിയതെന്നല്ല. ഇത് മറ്റുള്ള രാജ്യങ്ങളിൽ പ്രൂവ് ചെയ്ത ഒരു ടെക്നോളജി സ്ഥിരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കറണ്ട് ഇല്ലാത്ത സ്ഥലത്താണ് ഇത് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഡേ ടൈമിലാണ് അവർക്ക് കറണ്ട് കിട്ടുന്നത്, ഡേ ടൈമിലാണ് അവരുടെ വർക്ക് നടക്കുന്നത്. വൈകുന്നേരം അവർ ചെറിയ ബാറ്ററി ഒക്കെ വെച്ചിട്ടാണ് സാധാ ഇൻവെർട്ടർ വെച്ചിട്ട് രാത്രിത്തെ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവർ വലിയ വലിയ മെഷീനറീസ് ഒക്കെ ഡേ ടൈമിൽ ഉപയോഗിക്കുന്നു. ഇനി ഞാനിതിപ്പോൾ ഇതിന്റെ ലോഡൊന്നും കൊടുത്ത് കാണിക്കാനായിട്ടൊരു നിർവാഹമില്ല. ഇത്രയും വലിയ ലോഡ് കൊടുക്കണമെങ്കിൽ അത്രയും മെഷീനറീസ് സാധനങ്ങളും വേണം. അപ്പൊ അതൊന്നും നമ്മളുടെ കൈവശം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇനി നമ്മളിത് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഇതിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇതിന്റെ സ്ക്രൂ ഒക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ടോപ്പിലെ കവർ ഊരി മാറ്റാം. ടോപ്പിലെ കവർ ഊരി മാറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഭാഗത്താണ് ഇതിന്റെ LCDയും അതിന്റെ ഇൻഡിക്കേറ്ററുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ കവർ ഊരുമ്പോൾ നമ്മൾ ഒരു സൈഡിലോട്ട് പതിയെ ആക്കിയിട്ട് വേണം ഊരാൻ, ഇല്ലെങ്കിൽ അതിന്റെ വയറെല്ലാം വിട്ടുപോകും. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ ഉണ്ടാക്കിയ അതിന്റെ സെയിം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതിന്റെ പവർ കൂടിയത് കൊണ്ട് ഇതിന്റെ ഡിഫറൻസ് വരുന്നത്, സാധാരണ നോർമലി നമ്മൾ ഇതേപോലെയുള്ള ഒരു മദർ ബോർഡ്, ഇതേപോലെ IGBT ഇടാനുള്ള ഹീറ്റ് സിങ്ക്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ, കപ്പാസിറ്റർ, കൂളിംഗ് ഫാൻ, 2 കൂളിംഗ് ഫാനാണ് ഇതിലുള്ളത്, പിന്നെ ഒരു ഫെറൈറ്റ് കോയിലും, പിന്നെ വരുന്നത് കുറച്ച് കപ്പാസിറ്റർ, SMPS, ഇത്തരം കാര്യങ്ങളാണ്. ഈ ഒരു ക്യാബിനറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണുവാനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തു വെച്ചിട്ടുള്ള ഇതിന്റെ വേറൊരു മദർ ബോർഡും കാര്യങ്ങളും കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ബോർഡുകളാണ് വെച്ചിരിക്കുന്നത്. ഇത് 5 kWയുടെയും ഇത് 8 kWയുടെയും. അപ്പോൾ ഇതിൽ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. 8 kWയുടെയിൽ നമ്മൾ ഈ ഒരു കപ്പാസിറ്റർ, ഈ കാണുന്ന ഫിൽറ്ററിംഗ് കപ്പാസിറ്റർ ഈ ബോർഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് 8 kWക്ക് ഇത്രയും കപ്പാസിറ്റർ മതിയാവില്ല. കാരണം ഇത് 6 കപ്പാസിറ്ററേ ഉള്ളൂ. അപ്പോൾ 6 കപ്പാസിറ്റർ നമുക്ക് ആ വാല്യൂ ഇതിന് മതിയാവാത്തതുകൊണ്ട് നമ്മൾ വലിയ കപ്പാസിറ്ററാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു കപ്പാസിറ്ററാണ് നമ്മളിവിടെ കാട്ടുന്നത്. ഐക്കൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കപ്പാസിറ്ററാണ്. 4700 MF ആണ്, 480 വോൾട്ടാണ്. അപ്പോൾ ഇതിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് തീർന്നു. ഈ ബോർഡിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ അതാണ് ഇവിടെ വേറൊരു കപ്പാസിറ്റർ നമുക്ക് ഇടാൻ പറ്റാത്തത്. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു 12-14 കപ്പാസിറ്ററുകൾ ഒരുമിച്ച് ചേർന്നാലേ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ കപ്പാസിറ്റർ ഇതിൽ വലുത് വെച്ചിരിക്കുന്നത്. ഇതിലിപ്പോ 4 IGBT ഇവിടെ ഉള്ളൂ. പക്ഷെ ഇതിൽ നമ്മളിപ്പോ 8 IGBT ആണ് ഇതിലുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണാവുന്നതാണ് 8 IGBT. അതേപോലെ ഇതിന്റെ ബ്രിഡ്ജ് സെക്ഷൻ ഈ ബോർഡിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേ കോയിലും കപ്പാസിറ്ററൊക്കെ ഈ ഒരു ബോർഡിൽ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇതിന്റെ വെളിയിലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിന്റെ വലിപ്പം കുറച്ച് കൂടുതലാണ്. കാരണം ഇതിന്റെ ട്രാക്കും കാര്യങ്ങളും വലുതാണ്. അതേപോലെ IGBTയുടെ എണ്ണം കൂടിയതുകൊണ്ട് ഈ ബോർഡിനേക്കാളും കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കാൽഭാഗം കൂടി ഇതിന് വലിപ്പമുണ്ട്. 5 കിലോ വാട്ടിന്റെ ബോർഡിനേക്കാളും കാൽഭാഗം കൂടി ഈ 8 കിലോ വാട്ട് ബോർഡിൽ വലിപ്പമുണ്ട്. ഇനി നമുക്ക് ഇതാണ് 5 കിലോ വാട്ടിന്റെ കോയിൽ. അപ്പോൾ 5 കിലോ വാട്ടിന്റെ കോയിൽ ടണ്ടസ്റ്റ് കോയിലാണ്. അപ്പോൾ ഈ ഫെറൈറ്റ് കോയിൽ നമ്മൾ ഇതിൽ 8 കിലോ വാട്ടിന് ഉപയോഗിക്കുന്നത്. ഇത്തരം
ഇത്തരത്തിലുള്ള വലിയ റിംഗ് ആണ്. പിന്നെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ സെയിം ആണ്. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇവിടെ 5 വാട്ടിന്റെ 4 റെസിസ്റ്റർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇട്ടിരിക്കുന്നത് 10 വാട്ടിന്റെ 6 റെസിസ്റ്റർ ആണ്. അപ്പൊ ഈ 4 റെസിസ്റ്റർ 5 വാട്ടിന്റെയാണ്. ഇത് 10 വാട്ടിന്റെ 6 റെസിസ്റ്റർ ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ അട്ടിക്കാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇതിൽ വരുന്ന ഡ്രൈവ് സെക്ഷൻ ഈ ബോർഡിന്റെ മുകളിലാണ്, മറ്റേ ഡ്രൈവ് അടിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്രോഗ്രാം സൈഡും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് തന്നെയാണ്. ഈ ബോർഡിൽ ഫുൾ ആയിട്ട് ബോക്സ് കപ്പാസിറ്ററുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹയർ വോൾട്ടിനാണ് ബോക്സ് കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 5 കിലോ വാട്ടും 8 കിലോ വാട്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സ് പഠിച്ച ആൾക്കോ ഇലക്ട്രിക്കൽ പഠിച്ച ആൾക്കോ ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആ വയർ കണക്ഷൻ ഒക്കെ സിമ്പിൾ ആണ്. പാനലിൽ നിന്ന് 2 പോസിറ്റീവ് നെഗറ്റീവ് വയർ വരുന്നു. അത് നമ്മൾ ഈ ഇൻവെർട്ടറിൽ കൊടുക്കുന്നു. ഇതിൽ നിന്നും ഫേസ് ന്യൂട്രൽ ഔട്ട് വന്നിട്ട് ഡയറക്റ്റ് ഔട്ട്പുട്ടിലോട്ട് കൊടുക്കുന്നു. അതാണ് ഇത് ആർക്ക് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റുകളൊക്കെ ഈ ചാനലിൽ കൂടി നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ അതിനെ വിമർശിക്കുന്നവർ ഒത്തിരി ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് അതിനേക്കാളും കൂടുതൽ ആളുകളുണ്ടാവും. അപ്പോൾ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അതിനെ പ്ലസ് ഓർ മൈനസ് കമൻറ്റുകൾ ഇടുന്നവരുന്നുണ്ട്. കമൻറ്റുകൾ ഇടുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പം നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രചോദനം. അപ്പോൾ അതേപോലെ കമൻറ്റും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഇതെല്ലാം നമ്മൾക്ക് വേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.